കങ്കണ റാവത്തിനെ കരണത്തടിച്ചു ഒരു CISF ഉദ്യോഗസ്ഥ. അവരെ സസ്പെൻഡ് ചെയ്തു. തൻ്റെ അമ്മയെ അപമാനിച്ചതിനാണ് അടിച്ചതെന്നാണ് അവരുടെ നിലപാട്. അങ്ങനെ ഒരു ജനപ്രതിനിധിയായ ഒരാളെ ഏതെങ്കിലും വികാരത്തിൻ്റെ മേൽ പൊതുയിടങ്ങളിൽ വെച്ചോ അവർ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വെച്ചോ ആക്രമിക്കുന്നതിനെ എത്ര ആവേശപൂർവ്വം ആരഭിനന്ദിച്ചാലും എനിക്കത് അഭിനന്ദിക്കാനാവില്ല. വ്യത്യസ്തമായ വിയോജിപ്പുള്ള പ്രസ്താവനകൾ ഇറക്കുന്ന ആളുകളോട് അവരെ ശാരീരികമായി കൈകാര്യം ചെയ്യുക, കയ്യേറ്റം ചെയ്യുക എന്നൊന്ന് പറയുന്ന സംഗതിയെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ഇപ്പോൾ പ്രൊഫൈലുകളിൽ നോക്കുമ്പോൾ കങ്കണ റാവത്തിനോട് നമുക്ക് വിരോധമുണ്ടാവാം. അവർ പറഞ്ഞ ഒരുപാട് പൊട്ടത്തരങ്ങളുണ്ട്. അവർ പറഞ്ഞ ഒരുപാട് ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരൊരുപാട് ആരോപിച്ച വംശീയതയുണ്ട്. ഇതെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ അവരെ ആശയപരമായി വിയോജിക്കാം, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കാമെന്നുള്ളതിനേക്കാൾ അവരെ കൈകാര്യം ചെയ്യുക, അടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു പ്രവൃത്തിയെ ആരെല്ലാം ആവേശപൂർവ്വം പിന്തുണച്ച് ആഘോഷിച്ചാലും എനിക്കത് ആഘോഷിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇതേ കാര്യം നാളെ ഏത് MPക്കും ആർക്കും എവിടെ വെച്ചും വരാം. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരവരുടെ നിലവാരം കഴിഞ്ഞും ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു എന്ന് വന്നേക്കാം. അതിന് അത്തരം പരിഹാരമാർഗ്ഗങ്ങളാണ് തേടേണ്ടത്, അല്ലാതെ അടിയാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളിൽ ചിലരൊക്കെയും വലിയ ആത്മാഭിമാനവും ഒരുപക്ഷെ നമ്മൾ ഈ മാനസിക നിലയുടെ ന്യൂനത എന്ന് കരുതാവുന്ന തരത്തിലുള്ള ചില പ്രതികരണ ശൈലികളുമുള്ള മനുഷ്യരുണ്ട്. ഇപ്പോൾ ഈ CISF ഉദ്യോഗസ്ഥ പറഞ്ഞിരിക്കുന്നത് കർഷക സമരം നടക്കുമ്പോൾ 2020-ലോ 2021-ലോ 2022-ലോ എങ്ങാണ്ടാണ് കങ്കണ റാവത്ത് പറഞ്ഞത്രേ, പഞ്ചാബിലെ സ്ത്രീകളൊക്കെ സമരത്തിന് വരുന്നത് 500 രൂപ വീതം വാങ്ങിക്കൊണ്ടാണെന്ന് പറഞ്ഞത്രേ. അങ്ങനെ സമരത്തിന് പോയതിൽ തൻ്റെ അമ്മയും ഉണ്ടെന്നും അമ്മയുടെ ആത്മാഭിമാനം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചത് എനിക്ക് സഹിക്കാനായില്ലെന്നും അതുകൊണ്ടാണ് അടിച്ചതെന്നുമൊക്കെയാണ് അവരുറക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായി. അതിൽ കങ്കണ റാവത്ത് പ്രതികരിച്ചത് ദേ ഇങ്ങനെയാണ്. ഇതവർ സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട സന്ദേശമാണ്. नमस्ते दोस्तों, मुझे बहुत ज़्यादा फ़ोन कॉल्स आ रहे हैं, मीडिया के भी और मेरे शुभचिंतकों के भी। सबसे पहले तो आई एम सेफ़, आई एम परफेक्टली फाइन। आज चंडीगढ़ एयरपोर्ट पे जो हादसा हुआ वो सिक्योरिटी चेक के साथ में हुआ। वहाँ पे मैं सिक्योरिटी चेक करके जैसे ही निकली तो दूसरे कैबिन में जो महिला थी, जो सुरक्षा कर्मचारी थी CISF की, उन्होंने उनके पास या उनको क्रॉस करने का इंतज़ार किया और साइड से आकर जो है मुझे मेरे फेस पे हिट किया और गालियाँ देने लगी। और जब मैंने उनको पूछा कि उन्होंने ऐसा क्यों किया तो उन्होंने कहा कि वो फार्मर्स प्रोटेस्ट को जो है वो सपोर्ट करती हैं। और आई एम सेफ़, बट माई कंसर्न इज़ कि जो आतंकवाद और उग्रवाद पंजाब में बढ़ रहा है, हाउ डू वी हैंडल दैट? ഇനി അതിൽ മറ്റൊരു കാര്യം കൂടിയുള്ളത്, ഈ ചെയ്ത CISF ഉദ്യോഗസ്ഥ പഞ്ചാബിയും വനിതയുമായതുകൊണ്ട് അതിനെ ആ ഒരു തരത്തിൽ അങ്ങടങ്ങ് പോവും. ഇത് ചെയ്തത് ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരായിരുന്നെങ്കിൽ പ്രതിപക്ഷത്തിന് ഇത്ര സീറ്റ് കിട്ടിയതോടുകൂടി ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ ഭീകരവാദ പ്രവർത്തനം തുടങ്ങി, ഭീകരാക്രമണം തുടങ്ങി എന്ന തരത്തിലൊക്കെ ധാരാളം വാർത്തകൾ വന്നേനെ. നമ്മുടെ കേരളത്തിലൊക്കെ അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നേനെ. ആ മാറ്റം വൈകാരികമോ അത് തീവ്രവാദത്തിലേക്കുള്ള സഞ്ചാരമോ എന്നൊക്കെ ടൈറ്റിൽ വെച്ച് വലിയ ചർച്ച നടന്നേനെ. ഇതൊരു പഞ്ചാബി പെൺകുട്ടി ആയതുകൊണ്ട് എന്തായാലും അങ്ങനെ ആയില്ല. അതുകൊണ്ട് ഏത് സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിലെ പ്രധാന പ്രാർത്ഥന അതിലെ പേരങ്ങനെ ആയിരിക്കല്ലേ എന്നുള്ളതാണെന്നുകൂടി ഈ സന്ദർഭത്തിൽ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ.